love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up! ഓടി 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 പെട്ടെന്നോ നമ്മുടെ കൊട്ടപ്പൻ മുമ്പിൽ കയറി ഓടി പൊക്കോ പൊക്കോ ഓടിപ്പോ. എന്നാ മഴയല്ലേ, പാലയിലൊക്കെ വെള്ളം കയറിയെന്ന് പറയുന്നവർ. ഈ വെള്ളം എല്ലാം കൂടെ ഒഴിയോ കേട്ടോ, നമ്മുടെ മീനച്ചിലാറ്റിലൂടെ ചെല്ലുന്നേ. അവിടെ വെള്ളം പൊങ്ങിയിട്ടേ പതിവ് പോലെ ഈ കൊല്ലവും പാലായി വെള്ളം കയറി. അത് കുറച്ച് പേര് ആഘോഷിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു, ജീപ്പ് പൊളിക്കുന്നു, വെള്ളത്തിൽ ചാടുന്നു. പിള്ളേരൊക്കെ വന്ന് വെള്ളത്തിൽ ചാടി മറിയുക. പക്ഷേ ഈ ആഘോഷിക്കുമ്പോഴേ അവിടെയുള്ള കടകൾക്കല്ല കേട്ടോ പണി കിട്ടുന്നത്. കാര്യം വെള്ളം കയറുന്ന രസമാണ്, നടക്കാനൊക്കെ രസമുണ്ട്. പക്ഷേ ഇത് ഈ കടകളിലോട്ട് കയറി കഴിയുമ്പോൾ അവർക്ക് എത്ര രൂപ നഷ്ടമാണെന്നറിയോ. ഈ സാധനം മാറ്റണം, ഈ ചെളി വെള്ളം എല്ലാം കൂടെ കയറി കഴിഞ്ഞിട്ട് പിന്നെ അത് ക്ലീൻ ആക്കണം. അവർക്കാണ് ഇതിൻ്റെ ദുരിതം മൊത്തം. ഞാൻ നോക്കുമ്പോൾ വെള്ളത്തിൽ ചാടുന്നതിനിടയ്ക്ക് 2 പേര് വലിയ ആഘോഷമൊന്നുമില്ല എന്ന് പോയി കടയൊക്കെ തുറന്ന് അവരുടെ സാധനങ്ങളെല്ലാം മാറ്റാനുള്ള തത്രപ്പാടില്ല. ഇന്നിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം തന്നെ എടുത്ത കേട്ടോ ഫോട്ടോകൾ. ഇന്ന് രാവിലത്തെയാണ്. രാത്രിയിൽ നല്ല മഴ ആയതുകൊണ്ട് വെള്ളം രാവിലെ കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങി അവിടെ ഇത് വെള്ളം കയറിയത് അറിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോഴത്തേനും ബൈക്ക് കേടായി. രാവിലെ 2400 രൂപ അങ്ങനെ പോയി. ബാറ്ററി മാറേണ്ടി വന്നു. നമ്മുടെ ബാറ്ററി കേടായിരുന്നു കേട്ടോ. കാശില്ലാത്തതുകൊണ്ട് ഇങ്ങനെ മാറാണ്ടിരിക്കുമായിരുന്നു. ഇന്ന് തന്നെയാണ് കാശുണ്ടാക്കി. അത് വണ്ടി സ്റ്റാർട്ടാകുന്നില്ലായിരുന്നു. പിന്നെ ബാറ്ററി മാറി വെച്ചു. അങ്ങനെ ഇങ്ങനെയൊക്കെ പണികളൊക്കെ കിട്ടി. ഇതവിടെ വീണ്ടും മഴ തൂളിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനിയിപ്പം പാലായിൽ വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളപ്പോൾ നിങ്ങൾക്ക് കോട്ടയം പോകണമെന്നുണ്ടെങ്കിൽ നേരെ തൊടുപുഴയിൽ നിന്നൊക്കെ വരുന്നവരോ അല്ലെങ്കിൽ പാലായിൽ നിന്ന് വരുന്നവർക്ക് കോട്ടയം നിന്ന് വരുന്നവർക്ക് തൊടുപുഴയ്ക്ക് പോകാനൊക്കെ ആയിട്ട് ബൈപ്പാസ് വഴി ഇറങ്ങി പോന്നാൽ മതി. അപ്പോൾ നമ്മുടെ കൊട്ടാരമറ്റത്തോട് വരായിരുന്നത്. കൊട്ടാരമറ്റം കൂടി വന്നു കഴിഞ്ഞാലാണ്
ഈ വെള്ളക്കെട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ബിഷപ്പ് ഹൗസിൻ്റെ ഒക്കെ ഫ്രണ്ടിലെ വെള്ളം. ഒരുമാതിരി വലിയ വണ്ടികൾക്ക് ഇപ്പോൾ പോകുന്നുണ്ട്, പക്ഷേ ഇനിയും പൊങ്ങിക്കഴിഞ്ഞാൽ പാടാവും. ഭയങ്കര മഴ. അത് ഈ ഭയങ്കര മഴ എന്ന് പറയുമ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ തൂളല്ലേ ഇതിങ്ങനെ നിൽക്കുവാണ്, ഇടയ്ക്ക് നല്ലപോലെ പെയ്യും, വീണ്ടും തൂളൽ, മഴ മാറുന്നില്ല. ഇന്ന് നിങ്ങൾ പലരും 2-3 വീഡിയോകൾ കമൻറ്റ് ചെയ്തു നിമിഷ ചേച്ചിയെ കാണാനില്ലെന്നൊക്കെ. അത് അവൾക്ക് ഹേർട്ട് ചെയ്തുകൊണ്ടോ കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. അങ്ങനെ നമ്മൾ ഇന്നലെ പുല്ലേത്തി നിങ്ങൾ കാണിച്ചില്ലല്ലോ. ഇത് അതിൻ്റെ മണ്ടലോ കേട്ടോ, നമ്മളിപ്പോൾ അതിൻ്റെ പകുതി ആയിട്ടുള്ളൂ. ഇന്നലെ എനിക്ക് വാക്സിനേഷൻ്റെ സെക്കൻഡ് ഡോസ് കിട്ടിയായിരുന്നു കേട്ടോ, നമ്മുടെ റാബീസിൻ്റെ എക്സ്പോഷർ അല്ല പ്രീ എക്സ്പോഷർ റാബീസ് വാക്സിനേഷൻ. അതായത് വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ 2ാമത്തെ ഡോസ് എനിക്ക് കിട്ടി. ഞാൻ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങളിൽ 3-4 ഡോസുകൾ നോക്കുന്നവരെ എടുത്തോണം. എനിക്ക് പറയാനുള്ളതെന്നറിയോ, എൻ്റെ ഒരു ഐഡിയ ഞാൻ പറയുന്നതാണേ. എന്ന് പറഞ്ഞാൽ ഇപ്പം പുഴയിൽ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ മണലൊന്നും കിടപ്പുണ്ട്. അതെടുത്ത് വിൽക്കുവോ കോരി മാറ്റുകയൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെളിയൊന്നും ഒഴിവായി കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ പുഴയ്ക്കകത്ത് കൊള്ളും. ഇത് 1-2 ദിവസത്തെ കാര്യമുള്ളൂ. പക്ഷേ ഈ കടക്കാരുടെയൊക്കെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്തെല്ലാം സാധനം മാറ്റി തൂത്ത് ഉടച്ച് വൃത്തിയായി കൊണ്ടുവരണ്ടേ. അതുപോലെ ഈ വെള്ളം പൊങ്ങുമ്പോഴും അസുഖങ്ങളൊക്കെ പടരാനുള്ള സാധ്യതയും കൂടുതലെന്നേ. ഈ വേസ്റ്റ് കുഴിക്കകത്ത് എല്ലാ വെള്ളമല്ലേ പൊങ്ങി വരുന്നേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സംഭവം നമ്മൾ അതിൻ്റെ അകത്ത് നടന്നായിരുന്നു കേട്ടോ. എന്നാലും ആ ഒരു റിസ്ക് ഫാക്ടർ ഉള്ളതാണ്. അപ്പോൾ പുഴയുടെ ആഴം കൂട്ടാനായിട്ട് മണലെടുത്ത് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റായിട്ടൊരു ഓപ്ഷൻ. സൈഡ് ഭിത്തി കെട്ടണം. ഇനിയിപ്പോൾ പാലാ ടൗൺ നമുക്ക് പൊക്കാൻ പറ്റുമോ? കെട്ടിടങ്ങളെല്ലാം ഈ മാട്ടയിലോട്ട് കയ്യാലെ അല്ല താഴെ നിന്നൊരു തേങ്ങ എടുത്ത് മാട്ടയിലോട്ട് വെക്കുന്ന ടൗൺ വെക്കാൻ പറ്റത്തില്ലല്ലോ. ചെയ്യാൻ പറ്റുന്ന ഒരു ഇതേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എറണാകുളത്ത് ഇതുപോലെ വെള്ളം പൊങ്ങിന്നൊക്കെ ഇപ്പോൾ ഒരു ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ച് കാണിച്ചു വീഡിയോ. ഇന്നലത്തെ സിറ്റുവേഷനാണ്. അപ്പോൾ ഒരു മഴ കഴിയുമ്പോഴത്തേനും ഇപ്പം എല്ലായിടത്തും തന്നെ ടൗണിൽ കൂടെ എല്ലാം വെള്ളം കയറുക. ഇപ്പോൾ ടൗൺ പ്ലാനിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു 10-30 കൊല്ലം മുമ്പ് ചിലപ്പോൾ ഇങ്ങനത്തെ വെള്ളപ്പൊക്കമോ കാര്യങ്ങളോ നമ്മൾ മുന്നിൽ കണ്ടിട്ടില്ലായിരിക്കും. ഇനിയുള്ള സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ടൗണുകളെല്ലാം പൊളിച്ച് നമുക്ക് 2 അടി കട്ട പൊക്കാന്ന് പറയാൻ നടക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുഴയിലെ മണലൊക്കെ വാരി കുറച്ചേറെ ആഴം കൂട്ടേണ്ടതാണ് കേട്ടോ അത്യാവശ്യമായിട്ട്. അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അതെ പുല്ല് കത്തട്ടെ, നല്ല മഴയാണ്. പുല്ല് എത്തി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ശരി, പുല്ലൊക്കെ ചെത്തി കഴിഞ്ഞു. ഞങ്ങൾ പോവാണ്. ടാറ്റ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.